ആ വന്നോ നീ? അമ്മ എനിക്ക് വിശക്കുന്നു, പെട്ടെന്ന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിത്താ. ആ നിനക്ക് എന്താ വേണ്ടത്? അമ്മ പെട്ടെന്ന് മാഗിയല്ലേ ഉണ്ടാക്കാൻ പറ്റണേ? എനിക്കറിയായിരുന്നു നിനക്ക് മാഗിയാണ് വേണ്ടേന്ന്. കയ്യും കാലും കഴുകു, ഞാൻ നിനക്ക് വേണ്ടി ആദ്യം തന്നെ ഉണ്ടാക്കിയത്. സത്യമാണോ അമ്മ? എന്നാ ഞാൻ ഇപ്പൊ വരാം. റിയയുടെ കഥയാണ്. അവക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണ്. അവൾ എപ്പോഴും കഴിക്കാൻ വേണ്ടി അമ്മയോട് മാഗി ഉണ്ടാക്കി തരാൻ പറയും. ഇനി വീട്ടിൽ ആരും ഇല്ലെങ്കിലോ അപ്പോഴും അവൾ മാഗി തന്നെ ഉണ്ടാക്കി കഴിക്കും. അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. വേറൊരു സ്ഥലത്ത് പോയി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനായി പോയി. അങ്ങനെ ഒരു ദിവസം, ഹലോ റിയ, എന്തു ചെയ്യുക? ഒന്നുമില്ലമ്മ, ഞാൻ ആഹാരം കഴിച്ചിട്ട് കോളേജിൽ പോവാ. ആഹാ, എന്താ ഉണ്ടാക്കിയത് മോള്? അത് പിന്നെ അമ്മ, ഞാനത് മാഗി തന്നെ ആയിരിക്കും. അതെ അമ്മ, അത് കുറച്ച് ലേറ്റ് ആയി പോയോണ്ട് മാഗി തന്നെ ഉണ്ടാക്കി. എന്റെ മാഗി കൊതിച്ചി, നിന്റെ വയറെപ്പം നിറയും ഈ മാഗി കൊണ്ട്. അതെന്റെ വയറൊക്കെ നിറയും അമ്മ ഈ മാഗി വെച്ച്, പക്ഷെ മനസ്സിന് നിറവ് കിട്ടുന്നില്ല. റിയ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ മാഗി തന്നെ. അവളൊന്നും ഉണ്ടാക്കാനും പഠിച്ചിട്ടില്ല, അവക്കതിനുള്ള ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ അവളുടെ കോളേജും പൂർത്തിയായി. അങ്ങനെ അവൾ തിരിച്ചു വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം, മോളെ പെട്ടെന്ന് റെഡി ആയിക്കോ കേട്ടോ. എന്തു പറ്റി, എവിടെയും പോണോ? എന്റെ പൊന്നു മോളെ, പറഞ്ഞതല്ലേ ചെറുക്കൻ കൂട്ടര് വരും നിന്നെ കാണാൻ. എന്തോ അമ്മ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ഇപ്പൊ ചെയ്തില്ലേ പിന്നെ എപ്പോഴാ? വയസ്സാകുമ്പോഴാണോ? പെട്ടെന്ന് ഒരുങ്ങിക്കേ നീ അങ്ങ്. സർല പറഞ്ഞതുകൊണ്ട് റിയ ഒരുങ്ങി വന്നു. സുധീരും അവന്റെ അമ്മ കുസുമും കാണാൻ വന്നു. റിയയുടെ ഭംഗി കണ്ട് സുധീറിന് അപ്പത്തന്നെ അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണവും 2 മാസം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചു. അതിന്റെ ഇടയ്ക്ക് സുധീറും റിയയും കൂടെ കറങ്ങാൻ പോയി. പിന്നീട് ഒരു ഹോട്ടലിൽ, നിനക്കിഷ്ടമുള്ള ഭക്ഷണം ഏതാ? എനിക്ക് മഹാരാജ ചിക്കൻ നല്ല ഇഷ്ടാ. എനിക്ക് അല്ല, ഇവിടെ മാഗി കിട്ടുവോ? ആ കിട്ടുമല്ലോ, പക്ഷെ മാഗി എന്തിനാ ഇവിടുന്ന് കഴിക്കുന്നേ? അതിനെന്താ? ശരി, ഓക്കെ, നിനക്കിഷ്ടമുള്ളത് കഴിച്ചോ. അന്നേ ദിവസം സുധീറിന് മനസ്സിലായി റിയയ്ക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷെ എത്ര ഇഷ്ടമുണ്ടെന്ന് അതറിയാൻ ഇനിയും ഉണ്ട് സമയം. അന്നേ ദിവസം വൈകുന്നേരം, റിയ, നിന്റെ കല്യാണം നടക്കാൻ പോവാണ്. അവരുടെ വീട്ടിൽ പോയിട്ട് നീ എന്താ കഴിപ്പിക്കാൻ പോണേ? മാഗിയാണോ? എന്തെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ പഠിക്കും മോളെ, അല്ലെങ്കിൽ അമ്മായിയമ്മ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ആ അമ്മ, നാളെ തൊട്ട് എന്നെ ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിക്കണേ കേട്ടോ. റിയയ്ക്ക് ആഹാരം ഉണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. നാളെ വന്ന അടുക്കളയിൽ നിന്നും പാചകം പഠിച്ചോളാന്ന് പറഞ്ഞപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി ഇവളെന്തൊക്കെയോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പരിപാടിയിലാണെന്ന്. കല്യാണത്തിന് ഇനി 10 ദിവസേ ഉള്ളൂ. അടുത്ത ദിവസം റിയയുടെ 4 കൂട്ടുകാര് വീട്ടിൽ നിൽക്കാനായിട്ട് വരികയും ചെയ്തു. സർലയ്ക്ക് അപ്പത്തന്നെ പിടികിട്ടി കൂട്ടുകാരുടെ മുമ്പിൽ ഇനി എങ്ങനെയാണോ അവളെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. അതും നടന്നു. സർലയ്ക്ക് പേടിയുണ്ടായിരുന്ന കാര്യം. കല്യാണത്തിന്റെ ദിവസമായി. ഇനിയാണ് ശരിക്കുള്ള കഥ തുടരാൻ പോകുന്നത്. കല്യാണത്തിന്റെ 2 ദിവസം കഴിഞ്ഞ്, റിയ മോളെ ഇങ്ങോട്ട് വരൂ. എന്തമ്മ? ഞങ്ങളുടെ ഇവിടെ രീതിയുണ്ട്. പുതുപ്പെണ്ണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആഹാരം ഉണ്ടാക്കണം. ഇന്ന് സുധീറിന്റെ കൊച്ചച്ഛനും മാമനും ഒക്കെ കഴിക്കാനുണ്ടാവും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, 3-4 നല്ല കറികൾ അങ്ങ് ഉണ്ടാക്കിയേരെ. ഇനി നിനക്ക് വേണമെങ്കിൽ സഹായത്തിന് ഞാൻ നിൽക്കാൻ കൂടെ. അയ്യോ അമ്മ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. റിയ അപ്പ അമ്മയുടെ അടുത്ത് യെസ് മൂളി. പക്ഷെ മനസ്സിൽ ടെൻഷനായിരുന്നു. കാരണം ചെറുപ്പം തൊട്ടേ മാഗി അല്ലാണ്ട് അവൾക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. അവൾ അടുക്കളയിൽ പോയി അപ്പൊ തന്നെ ഫോൺ എടുത്ത് അതിന്റെ അകത്ത് റെസിപ്പീസ് നോക്കാൻ തുടങ്ങി. അവള് തീരുമാനിച്ചു അവള് ഫോൺ നോക്കി 4-5 ഡിഷ് ഉണ്ടാക്കാമെന്ന്. അവള് ആഹാരമൊക്കെ ഉണ്ടാക്കി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ടെൻഷനായി. ചോറ് കരിഞ്ഞുപോയി. പീസ് കറിക്കകത്ത് ഉരുളക്കിഴങ്ങിട്ടു, പനീറിട്ടില്ല. പരിപ്പ് വെന്തുപോയി. വെണ്ടയ്ക്ക ഉപ്പ് കൂടുതൽ. റിയയ്ക്ക് പിടികിട്ടി ഇന്ന് അവളുടെ കാര്യം തീരുമെന്ന്. അപ്പോഴേക്കും അവൾ അമ്മായിയുടെ ശബ്ദം കേട്ടു. മോളെ റിയ, ആഹാരം ആയിക്കഴിഞ്ഞേ കൊണ്ടുവാ, എല്ലാരും കാത്തിരിക്കുക. അവൾ പെട്ടെന്ന് പാത്രങ്ങൾ അടുപ്പി വെച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഡൈനിങ് ടേബിളില് അതേ പാത്രം കൊണ്ടുവച്ചു. കൊള്ളാലോ, ഇന്ന് മരുമകളാണോ എല്ലാം ഉണ്ടാക്കിയത്? വരും മോളെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അതെ അതെ, എനിക്കും വിശപ്പുണ്ട്. നമുക്ക് വേഗം കഴിക്കാം. കൊച്ചച്ഛൻ ആദ്യത്തെ പാത്രം തുറന്നപ്പോഴേക്കും അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം മാഗിയായിരുന്നു. അല്ല, എന്താ ഇത്? മാഗിയാണോ ഉണ്ടാക്കിയിരിക്കുന്നേ? അടുത്ത പാത്രം തുറന്നു നോക്കൂ, എന്താ ഉള്ളതെന്ന് നോക്കാം. കൊച്ചച്ഛൻ അടുത്ത പാത്രം പൊക്കി നോക്കിയപ്പോൾ അതിലും മാഗി തന്നെ. അല്ല, ഇതിലും മാഗിയാണല്ലോ. അതെ കൊച്ചച്ഛ, അതിൽ വെജ് മാഗിയാണ്. ശരി, മറ്റു പാത്രങ്ങളിൽ വേറെ ഏതൊക്കെ മാഗി ഉണ്ട്? 3-ാമത്തെ പാത്രത്തിൽ മസാല മാഗിയാണ്.
മറ്റതിൽ മുട്ട മാഗി. കഴിച്ചു നോക്കൂ, ഞാൻ നന്നായിട്ട് ഉണ്ടാക്കിയേക്കണേ. റിയ പറഞ്ഞത് കേട്ട് അമ്മായി കുസുമിന് തല കറങ്ങിപ്പോയി. അവിടെ സുധീറിന്റെ കൊച്ചച്ഛനും മാമനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. എന്നിട്ടും റിയ ഇത് കഴിഞ്ഞിട്ടും ആഹാരം ഉണ്ടാക്കാൻ പഠിച്ചിട്ടൊന്നുമില്ല. അവളുടെ അമ്മായിയമ്മ കുസും തന്നെയാണ് എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കുന്നത്. കുസും ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് തല കറങ്ങി താഴത്തോട്ട് വീഴും. പിന്നീട് ആശുപത്രിയിൽ ദേ നോക്കൂ, അവരുടെ ശരീരത്തിന് വലിയ സുഖമില്ല. അവർ പറ്റാവുന്ന അത്രയും റെസ്റ്റ് എടുക്കണം. അവർക്ക് കഴിക്കാനായി നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കൂ. സൂപ്പ്, പനീർ, ഇലക്കറികളൊക്കെ നന്നായിട്ട് കൊടുക്കൂ. വീട്ടിലെ ഭക്ഷണം കഴിച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ മാറും. ഇനിയും ഹെൽത്തി അല്ലാത്ത ഫുഡ് കഴിച്ചാൽ ശരീരം ഇതിലും മോശമാവും. റിയയും സുധീറും കുസുമിനെ വീട്ടിൽ കൊണ്ടുവരും. പക്ഷെ വഴിയിൽ വെച്ച് കുസുമും സുധീറും അവളോട് സംസാരിച്ചില്ല. അടുത്ത ദിവസം കുസും എഴുന്നേറ്റ് ഇനി പെട്ടെന്ന് പോയി എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കാം. കുസും അടുക്കളയിൽ പോകുന്ന സമയത്ത് റിയ അടുത്തു വന്ന് അവളുടെ കയ്യിൽ ചപ്പാത്തിയും കറിയും ഉണ്ടായിരുന്നു. പക്ഷെ കരഞ്ഞുകൊണ്ട്. ചപ്പാത്തി കരിഞ്ഞുപോയി, കറി ശരിയായതുമില്ല. കുസും റിയയുടെ തലയിൽ കൈവച്ച് എന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല മോളെ, എനിക്ക് വേണ്ടി അടുക്കളയിൽ ഒരു കസേര വെച്ചാ മതി. ഞാൻ പറഞ്ഞുതരാം, നീ അതുപോലെ ഉണ്ടാക്ക്. അപ്പൊ നിനക്ക് നന്നായി ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം കുസും റിയനെ ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി. റിയയും നന്നായി പഠിക്കാനും തുടങ്ങി. കഴിഞ്ഞ 6 മാസമായിട്ട് റിയ മാഗി പോലും കണ്ടിട്ടില്ല. ഇപ്പൊ അവൾ നന്നായിട്ട് പാചകം ചെയ്യും. അവളുടെ അമ്മായിയമ്മ കുസുമിനും ആരോഗ്യം വീണ്ടും കിട്ടുകയും ചെയ്തു. പിന്നീട് റിയ ഒരു ദിവസം മുറിയിലായിരുന്നപ്പോ അവളുടെ അമ്മായിയമ്മ ഒരു പാത്രം കൊണ്ടുവന്ന്, ഇന്ന മോളെ. അയ്യോ അമ്മ, ഞാൻ ആഹാരം ഉണ്ടാക്കിയല്ലോ. അമ്മ എന്തിനാ ഉണ്ടാക്കിയത്? നിനക്ക് വേണ്ടി ഞാൻ മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരണ്ടേ? സീതയെന്നും ഗീതയെന്നും പേരുള്ള 2 ഇരട്ടകളായ അനാഥർ അവരുടെ ഇളയമ്മയുടെയും ഇളയച്ഛന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. സീതയ്ക്കും ഗീതയ്ക്കും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സീതയും ഗീതയും അവരുടെ ഇളയമ്മയുടെയും ഇളയച്ഛന്റെയും കൂടെയാണ് താമസിച്ചിരുന്നത്. പാവം അനാഥ കുട്ടികളുടെ ഇളയമ്മ ചഞ്ചല വളരെ മോശപ്പെട്ട സ്ത്രീയായിരുന്നു. അവരെ രണ്ടുപേരെയും തികച്ചും വേലക്കാരികളായി മാത്രമാണ് അവൾ കണ്ടത്. എവിടെയായിരുന്നു രണ്ടുപേരും? എത്ര സമയമായി ബസാറിൽ സാധനം വാങ്ങാൻ പോയിട്ട്? ഇപ്പോഴാണോ വരുന്നത്? ഇളയമ്മേ, പുറത്ത് വലിയ മഴയായിരുന്നു, അതാ ഞങ്ങള് വൈകിയത്. പഞ്ചസാരക്ക് എന്ത് സംഭവിച്ചു? ഈ പഞ്ചസാര ഉറപ്പായി നനഞ്ഞിട്ടുണ്ടാവും. റേഷൻ കടക്കാരൻ തന്ന പഞ്ചസാരയുടെ സഞ്ചി പൊട്ടിയിരുന്നു ഇളയമ്മേ. നമുക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ പഞ്ചസാരയിൽ വെള്ളം കയറി. ഞങ്ങളോട് ക്ഷമിക്കൂ. ഇന്ന് നിങ്ങളെ ശരിയാക്കും. എത്ര നാശമാണ് വരുത്തിയത്! നിങ്ങളുടെ അച്ഛനും അമ്മയും എന്റെ കഞ്ഞിയിൽ പാച്ചയിടാനാണോ നിങ്ങളെ ഇവിടെ കൊണ്ടാക്കിയത്? എനിക്ക് കഷ്ടം നിന്ന് 2 ആളും മുകളിലേക്ക് പോയി. ചഞ്ചല, നിനക്കെന്താ ഒട്ടും ലജ്ജയില്ലേ? കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അല്പം മാന്യമായി പെരുമാറാൻ പഠിക്കേ. ഇനി നിങ്ങൾക്ക് ഞാൻ എന്താണ് വേണ്ടത്? എന്റെ വീട്ടിൽ പോണോ? ഒരു വട്ടം പോയാൽ പിന്നെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. പിന്നെ മറ്റൊരു പെണ്ണിനെ അന്വേഷിച്ചാൽ മതി നിങ്ങള്. ചഞ്ചല സീതയുടെയും ഗീതയുടെയും അടുത്ത് എപ്പോഴും കയർത്തുകൊണ്ടിരുന്നു. ഈ കാരണത്താൽ 2 കുട്ടികളും രാത്രിയുടെ ഇരുട്ടിൽ വീട് ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചു. ഒരുപാട് സങ്കടത്തോടെ ആണെങ്കിലും അവർ ആ വീട് വിടാനുള്ള തീരുമാനം എടുത്തു. ഇതാ, നമുക്കിവിടെ നിൽക്കണ്ട. ഇളയമ്മ വല്ലാതെ അടിക്കുന്നു. അതെ സീതേ, നീ പറയുന്നത് ശരിയാണ്. നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകാം. സീതയും ഗീതയും രാത്രിയുടെ ഇരുട്ടിൽ വീട് വിട്ടു പോയി. നടന്ന് ഒരു മരത്തിനടുത്തെത്തി. അവർ ആ മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോൾ കണ്ടത് റോഡിലൂടെ ആൾക്കാർ നടക്കുന്നതായിരുന്നു. ഒരു ഉന്തുവണ്ടിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സീത, വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കഴിക്കാം. ഇതാ, നമ്മുടെ കയ്യിൽ പൈസയില്ല. പൈസയില്ലാതെ നമുക്ക് കഴിക്കാൻ ആരും ഒന്നും തരില്ല. നമുക്ക് ചോദിച്ചു നോക്കാം, ഒരു പക്ഷെ തന്നാലോ? ശരി, വരൂ. സഹോദര, നിങ്ങളുടെ ബാഗിൽ നിന്നും എന്തെങ്കിലും കഴിക്കാൻ തരുമോ? വല്ലാതെ വിശക്കുന്നു. 2 പേരുടെ കയ്യിലും പൈസ ഉണ്ടോ? നോക്കൂ നോക്കൂ, 2 സഹോദരിമാരും ഒരുപോലെയുണ്ട്. ഇരട്ടകളാണെന്നാ തോന്നുന്നത്. അതെ അതെ, തോന്നുന്നത് ഇവർ തികച്ചും അനാഥരാണെന്നാണ്. സഹോദര, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. സൗജന്യമായി നിങ്ങൾക്ക് എന്ത് കിട്ടും? പൈസ കൊണ്ടുവരൂ, അപ്പോൾ കഴിക്കാനും തരാം. ഉന്തുവണ്ടിക്കാരൻ അവരെ 2 പേരെയും വഴക്കു പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി അവിടേക്ക് വരുന്നു. ഈ കുട്ടികൾക്ക് 2 വീതം പെറോട്ട ഉണ്ടാക്കി കൊടുക്ക. കുട്ടികളോട് ചുമ്മാ കയർക്കണ്ട, ഞാൻ പൈസ തരാം. നന്ദിയുണ്ട് അങ്കിൾ. നിങ്ങൾ ആരാണ് കുട്ടികളെ? അങ്കിൾ, എന്റെ പേര് സീത. ഇതെന്റെ കുഞ്ഞനിയത്തി ഗീത. ഞങ്ങളുടെ ഇളയമ്മ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീട് ഉപേക്ഷിച്ചു. നിങ്ങളുടെ അച്ഛനമ്മമാർ എവിടെയാ മക്കളെ? ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ല അങ്കിൾ. ചെറുപ്പത്തിലെ ഞങ്ങൾ ഇളയമ്മയുടെയും ഇളയച്ഛന്റെയും കൂടെയാണ് താമസിക്കുന്നത്. ഓ,
ഓക്കെ അതാണ് കാര്യം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നൂഡിൽസിന്റെ എത്ര പാക്കറ്റ് ഉണ്ട്? 20 പാക്കറ്റ് ഉണ്ട്. എങ്കിൽ അത് തരൂ. കുട്ടികളെ, നിങ്ങൾ എന്റെ കൂടെ ഓട്ടോറിക്ഷയിലിരിക്കെ. ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല മക്കളെ. സീതയും ഗീതയും അയാളുടെ കൂടെ ഓട്ടോറിക്ഷയിൽ കയറി. ആ വ്യക്തിയുടെ പേര് രാജേഷ് എന്നായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയുടെ കൂടെ വീട്ടിൽ നിന്ന് നൂഡിൽസ് ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ നൂഡിൽസ് പാക്കറ്റ് കടകളിലും റെസ്റ്റോറന്റിലും സപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു. സീതയും ഗീതയും അദ്ദേഹത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജേഷിന്റെ നെഞ്ചിൽ ആഴത്തിൽ വേദന അനുഭവപ്പെട്ടു. എന്താണ് അങ്കിൾ, ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാലാവസ്ഥയുടെ മാറ്റം കാരണമായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നിങ്ങൾ പോകൂ അങ്കിൾ, വേഗം തന്നെ അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. സീതയും ഗീതയും ഓട്ടോക്കാരന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഓട്ടോക്കാരൻ രാജേഷിന്റെ കയ്യിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കി അവർ രാജേഷിന്റെ ഭാര്യയെ ഫോൺ ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി. കുറച്ചു സമയത്തിനു ശേഷം രാജേഷിന് ബോധം വന്നു. അതിനുശേഷം ഡോക്ടർ അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ അവസ്ഥയെപ്പറ്റി പറയുന്നു. രാജേഷ് സീതയെയും ഗീതയെയും തന്റെ പത്നിക്ക് കാണിച്ചു കൊടുക്കുന്നു. താങ്കൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ ഓക്കെയാണ് സന്ധ്യ, നീ വിഷമിക്കണ്ട. ഞാൻ മരണത്തിനടുത്ത് വരെ എത്തിയതാ. ഭാഗ്യത്തിനാ ഈ കുട്ടികളെ കിട്ടിയത്. ഇത് സീതയും ഗീതയുമാണ്. ഇവിടെ വരൂ മക്കളെ. ഇവരെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെയുണ്ട്. ഇവർ രണ്ടുപേരും ഇരട്ടകളാണോ? അതെ ആന്റി, എന്റെ പേര് സീത എന്നാണ്. ഇത് ഗീതയാണ്. അടുത്ത ദിവസം ഡോക്ടർ രാജേഷിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. മുഴുവനായും റെസ്റ്റ് എടുക്കാൻ രാജേഷിനോട് ഡോക്ടർ പറഞ്ഞു. രാജേഷിന്റെ മനസ്സിൽ തന്റെ ജോലികളെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അദ്ദേഹം അതോർത്ത് അസ്വസ്ഥനായിരുന്നു. സന്ധ്യ, ചരക്ക് വാങ്ങണം, സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാ കടകളിലും ഡെലിവറി ചെയ്യുകയും വേണം. കേൾക്കൂ, ആദ്യം നിങ്ങളുടെ അസുഖം ശരിയാവട്ടെ. അത് കഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിനെ പറ്റി ചിന്തിച്ചാൽ മതിയാകും. താങ്കൾ ഇതൊന്നും ചിന്തിക്കേണ്ട. ഞങ്ങൾ ആന്റിയോടൊപ്പം ഉണ്ടാകും. താങ്കളുടെ ജോലി അങ്ങനെ ഇല്ലാതാകുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സീത പറഞ്ഞത് തികച്ചും ശരിയാണ്. താങ്കൾ പൂർണ്ണമായും വിശ്രമിക്കൂ. ഞങ്ങൾ ആന്റിയുടെ കൂടെ നൂഡിൽസ് ഡെലിവറി ചെയ്യാൻ പൊയ്ക്കൊള്ളാം. പിന്നെ നടന്നത് ഇതായിരുന്നു. സന്ധ്യ നൂഡിൽസ് ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. സന്ധ്യയും സീതയും ഗീതയും കൂടി ആ നൂഡിൽസ് എല്ലാം ഡെലിവർ ചെയ്യാനായി പോകാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം സീത സന്ധ്യയോട് പറഞ്ഞു, എന്തിനാണ് നമ്മൾ നൂഡിൽസിന്റെ പാക്കറ്റുകൾ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ട് നൂഡിൽസിന്റെ ഒരു സ്റ്റോൾ തന്നെ തുടങ്ങിക്കൂടാ? നമ്മൾക്ക് കുറേ തരത്തിലുള്ള നൂഡിൽസ് ഉണ്ടാക്കിയാൽ നല്ല കച്ചവടവും ഉണ്ടാകും. ഈ ഐഡിയ എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ വരാത്തത്? ഇതൊരു നല്ല ഐഡിയ ആണ്. രാജേഷ്, ഞാനും ചിന്തിക്കുന്നു. സീതയും ഗീതയും പറഞ്ഞത് നല്ലതിനാണെന്ന്. നമുക്കൊരു നൂഡിൽസ് സ്റ്റോൾ തുടങ്ങാം. തീർച്ചയായും നമ്മുടെ കച്ചവടം നന്നാകും. ശരി സന്ധ്യ, പക്ഷേ അതിനൊരുപാട് പണിയുണ്ട്. രാവിലെ മുതൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. സ്റ്റോളിൽ എല്ലാ ദിവസം പോവുകയും വേണം. നിനക്ക് അതിനൊക്കെ പറ്റുമോ? താങ്കൾ എന്റെ കൂടെ ഉണ്ടായാൽ മതി. പിന്നെ എന്റെ കൂടെ സീതയെയും ഗീതയെയും പോലെ സ്നേഹമുള്ള കുട്ടികളുണ്ടല്ലോ. പിന്നെ സന്ധ്യ സീതയുടെയും ഗീതയുടെയും കൂടെ സ്വന്തമായി ഉണ്ടാക്കിയ നൂഡിൽസ് ഉണ്ടാക്കി വിൽക്കാൻ ഒരു കട വാടകയ്ക്കെടുത്തു. സീതയും ഗീതയും ഇരട്ട സഹോദരിമാരായിരുന്നു. ആൾക്കാർ അവരെ രണ്ടുപേരെയും ആ സ്റ്റോളിൽ സന്ധ്യയുടെ കൂടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെടുകയും ചെയ്തു. പതുക്കെ സ്റ്റോളിൽ കസ്റ്റമേഴ്സ് കൂടി വരുന്നു. പിന്നെ സന്ധ്യയുടെ നൂഡിൽസ് സ്റ്റോളിൽ നല്ല വരുമാനം ഉണ്ടാകാനും തുടങ്ങി. സന്ധ്യ, സീത, ഗീത, ഈ കുട്ടികൾ നല്ല ഭാഗ്യശാലികളാ. കണ്ടില്ലേ എനിക്ക് എന്തുമാത്രം ഭാഗ്യമാ കിട്ടിയിരിക്കുന്നതെന്ന്. രാജേഷിന്റെ ആരോഗ്യത്തിൽ മാറ്റം വരുന്നു. ഇപ്പോൾ അവർ നൂഡിൽസ് പാക്കറ്റിന്റെ സപ്ലൈയുടെ കൂടെ തങ്ങളുടെ സ്റ്റോളിലും നൂഡിൽസ് ഉണ്ടാക്കുന്നു. നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് സന്ധ്യയെയും സീതയെയും ഗീതയെയും സഹായിക്കുന്നു. ഒരു ദിവസം സീതയുടെയും ഗീതയുടെയും ഇളയച്ചൻ അവരെ നൂഡിൽസ് സ്റ്റോളിൽ കണ്ടു. സീത, ഗീത, ഞാൻ നിങ്ങളെ ഒരുപാട് അന്വേഷിച്ചു മക്കളെ. എന്റെ മക്കൾ എന്തിനാണ് വീട് ഉപേക്ഷിച്ചു പോയത്? ഇളയച്ച, ഞങ്ങൾ ഇളയമ്മയുടെ പ്രവൃത്തിയിൽ വളരെ വിഷമിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീട് ഉപേക്ഷിച്ചു വന്നത്. ഇളയച്ച, ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് അങ്കിളിനെയും ആന്റിയെയും കിട്ടി. ഇവരെ ഉപേക്ഷിച്ച് ഞങ്ങൾ വരില്ല. ഇവരാണ് ഞങ്ങൾക്കെല്ലാം. സീതയുടെയും ഗീതയുടെയും വാക്കുകൾ കേട്ട് രാജേഷിനും സന്ധ്യയ്ക്കും കരച്ചിൽ വന്നു. അങ്ങനെ ആ അനാഥ കുട്ടികളുടെ അച്ഛനമ്മമാരായി രാജേഷിനെയും സന്ധ്യയെയും കിട്ടി. മക്കൾക്ക് അനുഗ്രഹവും നൽകി അവരുടെ ഇളയച്ചൻ കണ്ണുകൾ നിറഞ്ഞ് ഒന്നും മിണ്ടാനാകാതെ തിരിച്ചുപോയി. Thanks for watching.